ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ഹിളർ മൗലൂദാണ് സാധാരണ ഓതൽ, ഉപ്പാപ്പൻ്റെ ആണ്ടിനെല്ലാം. ഉപ്പാപ്പൻ്റെ വകയിൽ പല മൗലൂദും ഉണ്ട്, പക്ഷെ ഉപ്പാപ്പൻ്റെ ആണ്ടിന് ഓതൽ ഹിളർ മൗലൂദാണ്. ഹിളർ നബി അലൈഹിസ്സലാമിൻ്റെ വക്കൽ നിന്നിട്ട് നേരിട്ടിട്ട് വിലായത്ത് കിട്ടിയ ആളാണ് ഉപ്പാപ്പ. അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരിൽ പല തരക്കാറുണ്ട്, എല്ലാവരും ഒരുപോലെ അല്ല, പല ഡിഗ്രിയുള്ള ആളും ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതിൽ കുറേ ആൾ ഹിളർ നബി അലൈഹിസ്സലാമിൻ്റെ വൈക്കാണ്. അവർ ഞമ്മക്ക് കാണുമ്പോൾ ശരീഅത്തിലൊന്നും ഉണ്ടാവില്ല, ശരീഅത്ത് തെറ്റിട്ടായിരിക്കും നമ്മളെ കാഴ്ചക്ക്. അവർ വേറെ സ്ഥലത്ത് വേറെ രൂപത്തിലുണ്ടാവും, അത് വേറെ. അപ്പോൾ അതുകൊണ്ട് ആ ഹിളർ മൗലൂദാണ് സാധാരണ ഇവിടെ ഓതൽ. ഉപ്പാപ്പൻ്റെ മൗലൂദ് ഉണ്ട്, അതൊന്നും ഓതലില്ല, ഹിളർ മൗലൂദ് ഓതൽ. അതിൻ്റെ കാരണം അതായിരിക്കും. കാരണം ഉപ്പാപ്പ മരണപ്പെടുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഒരു ചോറും പിന്നെ ഒരു മൂരി അറുത്തിട്ട് ഒരു മൂട അരിൻ്റെ ചോറും വെച്ചിട്ട് ഒരു ഹിളർ മൗലൂദ് ഓദിച്ചിരുന്നാണ് ഇവിടെ പറയുന്നത്, ഉപ്പാപ്പ താമസിക്കുന്ന പേരിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഹിളർ മൗലൂദാണ് ഓതൽ. അത് ഇന്നും അതേപോലെ എല്ലാ ആണ്ടിനും അങ്ങനെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഉപ്പാപ്പൻ്റെ ബർക്കത്തിന് വേണ്ടി മാത്രം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കൽ, ബഹുമാനിക്കൽ, അത് നമ്മൾ ഈമാനോടുകൂടെ മരിക്കുന്നതിനുള്ള ഒരു കാരണമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ ഈമാൻ കിട്ടി മരിക്കാൻ. അത് ഞാൻ ഒരു കഥ പറയാം. ഉപ്പാപ്പൻ്റെ ബഹുമാനപ്പെട്ട